പട്ടാമ്പിയിലെ ഗുരുവായൂരപ്പനെക്കുറിച്ചാണ് ഈ വീഡിയോ. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ ഭാരതപ്പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് പട്ടാമ്പി പടിഞ്ഞാറേമഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രം. തൃശ്ശൂർ ഗുരുവായൂർ കുന്നംകുളം റൂട്ടിൽ പട്ടാമ്പി പാലത്തിന് തൊട്ടു മുൻപാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പട്ടാമ്പിയിലെ പടിഞ്ഞാറേമഠം എന്ന കുടുംബത്തിൽ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായ ഒരു സ്വാമിജി ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ മാസവും മുടങ്ങാതെ ഗുരുവായൂരിൽ പോയി തൊഴുതു വരുമായിരുന്നു. വാഹന സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന അക്കാലത്ത് പട്ടാമ്പിയിൽ നിന്നും ഗുരുവായൂരിലേക്ക് തോണിയിലും നടന്നുമാണ് അദ്ദേഹം പോയിരുന്നത്. കാലാന്തരത്തിൽ പ്രായാധിക്യം കാരണം അദ്ദേഹത്തിന് ഗുരുവായൂർ പോയി ദർശനം നടത്തുവാൻ സാധിക്കാതെയായി. അങ്ങനെ ദുഃഖിതനും നിരാശനുമായി അദ്ദേഹം ഭാരതപ്പുഴയുടെ കരയിലിരുന്നു. അപ്പോൾ ഗുരുവായൂരപ്പൻ നദിക്കരയിൽ പ്രത്യക്ഷപ്പെടുകയും താൻ ഇനി മുതൽ ഇവിടെ വസിച്ചുകൊള്ളാം എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തതായിട്ടാണ് ഐതിഹ്യം. കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന ചതുർബാഹുവായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പുറകിലെ വലത് കൈയിൽ സുദർശന ചക്രവും പുറകിലെ ഇടത് കൈയിൽ പാഞ്ചജന്യം ശംഖും മുൻപിലെ വലത് കൈയിൽ താമരയും മുൻപിലെ ഇടത് കൈയിൽ ഗദയും കാണാം. പ്രതിഷ്ഠയുടെ പിറകിൽ 2 ആലവട്ടങ്ങൾ ഇണക്കി വെച്ചിട്ടുണ്ട്. പട്ടാമ്പിയിലെ ശ്രീലകത്ത് വാഴുന്ന ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജയാണ് പ്രധാനപ്പെട്ട വഴിപാട്. കൂടാതെ പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക്, തൃക്കൈവണ്ണ, അപ്പം, അട, അവിൽ തുടങ്ങിയ വഴിപാടുകളും പ്രധാനമാണ്. ഇവിടുത്തെ ഉപദേവതമാർ ഗണപതി, അയ്യപ്പൻ, ഭഗവതി, സുബ്രഹ്മണ്യൻ, നാഗദൈവങ്ങൾ എന്നിവരാണ്. നാലമ്പലത്തിനകത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായാണ് ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠ. നിത്യേന ഗണപതി ഹോമം നടത്താറുണ്ട്. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനവുമായാണ് ശാസ്താവിൻ്റെ പ്രതിഷ്ഠ. അമൃതകലശധാരിയായ ഭഗവാനാണ് ഈ ശ്രീകോവിലുള്ളത്. അതിനാൽ ഇവിടെ ഭജിക്കുന്നത് രോഗശാന്തിക്ക് അത്യുത്തമമായി കാണപ്പെടുന്നു. വടക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായാണ് ആദിപരാശക്തിയായ ഭഗവതിയുടെ പ്രതിഷ്ഠ. ഇവിടുത്തെ ഭഗവതി ശ്രീ ഭദ്രകാളിയാണ്. ഗുരുവായൂരിലെ ഇടത്തരികത്ത് കാവ് പോലെ ഇതും പ്രത്യേകം ക്ഷേത്രമായാണ് പരിഗണിച്ചു വരുന്നത്. അത്യുഗ്രമൂർത്തിയായ ഭദ്രകാളിക്ക് ഗുരുതി പൂജ പ്രധാനമാണ്. ഭഗവതിയുടെ ശ്രീകോവിലിന് സമീപമാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ. പ്രത്യേക പീഠത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നൂറും പാലും സമർപ്പണമാണ് പ്രധാന വഴിപാട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാവിധികളുമായി സാമ്യമുള്ള പൂജകളാണ് പട്ടാമ്പി പടിഞ്ഞാറേമഠം ക്ഷേത്രത്തിലുള്ളത്. ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി, വൃശ്ചിക മാസത്തിൽ ഗുരുവായൂർ ഏകാദശി എന്നിവ പ്രധാന വിശേഷ ദിവസങ്ങളാണ്. മകരസംക്രാന്തി നാളിൽ കൊടികയറി 8-ാം നാൾ ആറാട്ടോടുകൂടി സമാപിക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം. മകരമാസം 1-ാം തീയതി രാത്രിയാണ് കൊടിയേറ്റം നടക്കുന്നത്. തുടർന്നുള്ള 8 ദിവസം വിശേഷാൽ പൂജകളും കലാപരിപാടികളും താന്ത്രിക ക്രിയകളും ഉണ്ടാകും.